ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കലത്തപ്പാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിയും നൂൽപുട്ടിനൊക്കെ പൊടിച്ച പൊടിയാണ്. ഒരു 1/2 കപ്പ് ചോറ്, ഇത് മട്ടരിച്ചോറാണ്. വെള്ളരിച്ചോറും പറ്റും, മട്ടരിച്ചോറും പറ്റും. ഒരു ഏലക്കട, 2 ഏലക്കട ഉരുട്ടെടുത്തിട്ടുള്ളത്. നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി പോണ്ട, നമുക്ക് മിക്സിയിലെല്ലാം അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചോറും അരിപ്പൊടി നമ്മൾ മിക്സിയിലൊക്കെ നല്ല അടിച്ചെടുത്തു. നമുക്കിതോടെ മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. ഒരു 4 ശർക്കര എടുത്തിട്ടില്ല. മധുരമൊക്കെ നമുക്ക് വേണ്ട എത്ര വെച്ചാൽ എടുത്താൽ മതി. ഇത് ശർക്കരപ്പാനി ഉണ്ടാക്കാം. സ്റ്റവിൽ വെച്ചെടുക്കാം. നമുക്ക് നമ്മളെ കലത്തപ്പത്തിൽ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിലിട്ട് വറുത്ത് കോരാം. ഇതിൽ ചെറിയുള്ളിയും അരിഞ്ഞിട്ട് വറുത്ത് കോരാം. പക്ഷെ ഇവിടെ ചെറിയുള്ളി ആർക്കും ഇഷ്ടമല്ല. നമുക്ക് വേണമെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞിട്ട് ചേർത്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ശർക്കരപ്പാനി തയ്യാറായി. നമുക്കിത് അരിച്ചു കൊടുക്കാം. ചൂട് കൊടുക്കണേ നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ശർക്കരപ്പാനി എല്ലാം ചൂട് കൊടുക്കണേ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ച് നല്ല മിക്സാക്കി നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സോഡാപ്പൊടി, നല്ല മിക്സ് ചെയ്യുക. നമ്മൾ ഈ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാക്കൊത്ത് നേരത്തെ നമ്മൾ വറുത്തെടുത്ത് നെയ്യാണ്. ഇത് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം മാവ്. നമുക്ക് നമ്മൾ കലത്തപ്പത്തിനുള്ള മാവ് ഒഴിച്ചെടുക്കാം. നമ്മളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 to 30 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തയ്യാറാവും. ഇങ്ങനെ നമ്മൾ കലത്തപ്പൊക്കെ തയ്യാറായി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടും. ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുന്നുണ്ടും. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുന്നുണ്ടും. എന്നാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം. എന്നിട്ട് ചൂട് പോയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ചോറും അരിപ്പൊടിയും കൊണ്ടില്ലേ കലത്തപ്പം റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.